അവിടെ എന്ത് കാര്യമാണെങ്കിലും സ്കൂളിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാണെങ്കിലും അച്ഛനോട് പറയണം. അച്ഛൻ എത്ര തിരക്കാണെങ്കിലും. വേറെ സ്ഥലം, വേറെ തരം കുട്ടികളാ. അവർ പറയുന്നതാ ശരിയെന്ന് വിചാരിക്കരുത്. അച്ഛൻ പറയുന്നത് മാത്രമേ അനുസരിക്കാവൂ. അടിയിൽ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, അച്ഛനും അമ്മയും നിനക്ക് നല്ലത് വരണമെന്ന് വിചാരിക്കുന്നത് പോലെ വേറെ ആരും വിചാരിക്കില്ല. വേറെ ആരും. എനിക്കറിയാം അമ്മ. വീട്ടിൽ ഞാൻ സ്കൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിയാലോ, ആദ്യത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ അമ്മ യൂസ്ഡ് ആയിക്കോളും. എന്തേലും സംശയം ഉണ്ടേ സെബാസ്റ്റ്യൻ സാറോട് ചോദിച്ചാൽ മതി. എല്ലാ ദിവസവും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കണം. ഞാൻ അമ്മ അടുത്തുനിന്ന് എസ്കേപ്പ് ചെയ്ത് പോവല്ല. ഞാൻ എൻ്റെ ഡ്രീംസിന്റെ പിന്നാലെ പോവാ. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് അമ്മ എന്നോട് വഴക്കിടുമ്പോ പറഞ്ഞ കുറെ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വോണ്ട് മിസ് യു. ചെന്ന ഉടനെ വിളിക്കാം. താങ്ക് യു. ഞങ്ങളുടെ കാര്യം നോക്കണ്ട. അവളെ ഒരുപാട് നാൾ ഇവിടെ ഒറ്റയ്ക്ക് ഇടരുത്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്റെ പൊന്നു മോനെ, തൽക്കാലം നീ ആ പേന അവക്ക് കൊടുക്ക്. അവളുടെ കാണാതെ പോയത് കൊണ്ടല്ലേ. ഹോംവർക്ക് തീർത്തിട്ട് തിരിച്ചു തരും. ഓ ശരി, പുതിയതെങ്കിൽ പുതിയത്. ഇനി വഴക്കിന് പോകരുത് കേട്ടോ. ഇങ്ങനെയുണ്ട് ഒരു സ്വൈര്യക്കേട്. ഞാൻ അയർലൻഡിൽ പോകും ശശികലേ. എങ്ങനെയെന്നോ എപ്പോഴെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ പോവും. അതിനുള്ള വഴി ഞാൻ കണ്ടുപിടിക്കും. ഉറപ്പാ. 14 വർഷമായിട്ട് ശീലമായിപ്പോയ സ്വൈര്യക്കേടാ. എനിക്കതില്ലാതെ പറ്റില്ലടോ. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് വന്നില്ലായിരുന്നെങ്കിൽ, അവിടെ ഞാൻ തലകറങ്ങി വീണില്ലായിരുന്നെങ്കിൽ എന്നെയും ചിലപ്പോൾ കൊണ്ടുപോയനെ. അറിയോ? ഏയ്, അതും ഇതുമായിട്ട് എന്താ ബന്ധം? തല കുനിക്കാതെ പറയാൻ പറ്റൂടോ, ഇതെന്റെ അമ്മയാന്ന്, ഭാര്യയാന്ന്. ഞാനാകാതിരിക്കാനാ എൻ്റെ മോളെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയത്. ഞാനാകാതിരിക്കാൻ, നിരുപമയാകാതിരിക്കാൻ. താനും ലച്ചുവൊക്കെ പറഞ്ഞല്ലോ ഫേസ്ബുക്കിൽ എന്നെ കുറിച്ചുള്ള തമാശകളെ പറ്റി. എനിക്കത് കാണണം ഇപ്പൊ. എന്തിന്? തനിക്ക് വേറെ പണിയില്ലേ? അതിപ്പോ കണ്ടിട്ട് എന്തിനാ കൂടുതൽ വിഷമിക്കാനോ? ഏറ്റവും വലിയ അടികിട്ടി നിൽക്കുക, അതിനേക്കാൾ വലുതാവില്ലല്ലോ എന്തായാലും.
നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നത്. കഷ്ടം. മന്നു പ്രൂസ് അഗൈൻ. മലയാളികളുടെ മാനം കളയാൻ ഓരോന്ന് ഇറങ്ങും. നിരുപമേ, ദേ പ്രസിഡന്റ് വരുന്നു, ഓടിക്കോ. ഷെയിം നിരുപമ, നാഷണൽ ജോക്ക്. Is this Nirupama Krishnan of 1998 economics batch? I don't think so. It can't be a Nirupama. നിരുപമ, കളക്ടർ വിളിക്കുന്നു. ഇന്നലെ പറഞ്ഞു 10 മിനിറ്റ് മുമ്പേ ഏതൊരു ഓഫീസർ കളക്ടർ ചേംബറിലേക്ക് കയറിപ്പോന്ന് ഞാൻ കണ്ടിരുന്നു. കണ്ടിട്ട് ഡൽഹിയിൽ നിന്നാണോ തോന്നുന്നത്. അപ്പൊ പിന്നെ എൻക്വയറി തന്നെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സൂസൻ, Do you know who she is? അനിശ്ചിതകാല സമരം വന്നപ്പോ ഞങ്ങൾക്ക് പഠിക്കണമെന്നും പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിക്കാരെ ക്ലാസ്സിൽ നിന്ന് കൂവി ഇറക്കി വിട്ട ചെറൽ. കൈവെട്ടും കൊല്ലുമെന്നൊക്കെ അവര് ത്രട്ടൻ ചെയ്തപ്പോ ക്യാമ്പസിന്റെ നടുവിൽ വന്നങ്ങ് നിന്നു. ധൈര്യമുള്ളവരാരാന്ന് വെച്ചാ വരാൻ പറഞ്ഞു. നിരുപമ കൃഷ്ണൻ, our inspiration and fortunately my classmate. പ്ലീസ്. ഇവിടെ 15 വർഷം അല്ലേ? അതെ സർ. IIM-ൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഇറങ്ങട്ടെ മോൻ. ഓക്കെ. 15 വർഷത്തെ വിശേഷങ്ങളുണ്ട് പറയാനും കേൾക്കാനും. ആരാ നിങ്ങള്? എന്ത് ചെയ്യാ അവിടെ? ഇറങ്ങി പോണം. വർഗീസേട്ടിന് പകരം വന്നയാളാ? അതാരും ആയിക്കോട്ടെ, നിങ്ങൾ ഇപ്പൊ ഇറങ്ങണം. ഔട്ട്സൈഡേഴ്സ് അകത്ത് കയറാൻ പാടില്ല. ഇറങ്ങിയില്ലെങ്കിലോ? ഇറങ്ങിയില്ലെങ്കിൽ പോലീസ് വന്നിറക്കും. എന്നാ പിന്നെ അത് തന്നെ നടക്കട്ടെ അല്ലേ? നിങ്ങള് മോനെ, കമ്പ്യൂട്ടർ ലാബ് വേണോന്നുള്ള ഒറ്റയാളുടെ വാശിപ്പുറത്തുണ്ടായ ബിൽഡിംഗ് അത്. പോലീസ് കമ്മീഷണറും മാനേജ്മെന്റും വന്നിട്ട് എഴുന്നേറ്റിട്ടില്ല. മോൻ ചെല്ല്, ആരെയാന്ന് വെച്ചാ വിളിച്ചോണ്ട് വാ. ദേ അവൻ കുഴപ്പമുണ്ടാക്കും കേട്ടോ. Nirupama Krishnan, if you don't stop this strike right now, you will be expelled from this college. You can expel me, sir, but I won't leave till I see a computer lab here. ആ ആളെ കാണാനാ നീ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതെങ്കിൽ അങ്ങനെ ഒരാളിപ്പോ ഇല്ല സൂസൻ. അത് മനസ്സിലാവും. പക്ഷെ ഇനി അങ്ങോട്ടും
അങ്ങനെ ഒരാൾ ഉണ്ടാവുകയില്ല എന്നാ നീ പറയുന്നെങ്കിൽ അതെനിക്ക് മനസ്സിലാവില്ല. ഞാനൊന്ന് അച്ഛന്റെ മരണം, അച്ഛന്റെ ജോലി ഏറ്റെടുക്കൽ, കല്യാണം, കുട്ടി, പ്രാരാബ്ദം, ഇതൊന്നും അല്ലാതൊരു എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ പറ, കേൾക്കാം. അതിനേക്കാൾ വലിയ എക്സ്ക്യൂസ് പറയാനുള്ളിടത്ത് നിന്ന് നിന്റെ പകുതി കാലിബർ ഉള്ള നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എത്തിച്ചേർന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് പൊസിഷനിലാണ്. അതുകൊണ്ട് ഒഴിവഴു പറയുമ്പോ ആ യൂഷ്വൽ ക്ലീഷയൊക്കെ ഒഴിവാക്കി പറയണം. ഇപ്പോഴത്തെ നിന്നെ ഞാൻ കാണാതിരിക്കാനാ നീ ഇത്രയും നാള് ഒളിച്ചു നടന്നെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ നിന്നെ നിനക്ക് തന്നെ ഇഷ്ടമില്ലെന്നാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്വപ്നം കാണാൻ നീ ഇടയ്ക്ക് എവിടെയോ വെച്ച് മറന്നുപോയി. നിരുപമ കൃഷ്ണൻ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിനൊരു തെളിവ് വേണം. ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിക്കാതെ കടന്നു പോകേണ്ട ആളല്ല നീ. ഏതെങ്കിലും ഒരു ഓഫീസിന്റെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ മാത്രം പതിയാനുള്ളതല്ല അത്. യുവർ ഡ്രീം ഇസ് യുവർ സിഗ്നേച്ചർ. എനിക്കിനി ഉണ്ട്. 40കളുണ്ട്, 50കളുണ്ട്, 60കളും 70കളും ഉണ്ട്. യു ആർ നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട്. നെവർ. നിന്നെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ച നിരുപമ ജോക്സിന് പ്രത്യേകം താങ്ക്സ്. പക്ഷെ ഒരാളെ കണ്ട് തലകറങ്ങി വീഴുന്നതിലേക്കാണ് 15 വർഷത്തെ ശീലങ്ങൾ നിന്നെ കൊണ്ടെത്തിച്ചതെങ്കിൽ ആ ശീലങ്ങൾ നീ മാറ്റിയേ പറ്റൂ. അതിലാര് പെട്ടാലും എന്ത് പെട്ടാലും.